കെടാമംഗലം സൗത്ത് വിശുദ്ധ ജോൺ മരിയ വിയാനി ദേവാലയത്തിൽ വിശുദ്ധന്മാരുടെ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾ സമാപിച്ചു. ദേവാലയത്തിൽ എത്തിച്ചേർന്ന കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിനെ വികാരിയും തിരുനാൾ കമ്മിറ്റിയും പാരിഷ് കൗൺസിൽ അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ബിഷപ്പ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി നടന്നു. സംബന്ധിച്ച് വളരെ സന്തോഷകരമായ സുദിനമാണെന്ന്. ആകാശത്ത് സൂര്യനിങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ പൊൻവെളിച്ചം ഇന്ന് കൂടുതലായിട്ട് വർഷിക്കപ്പെടുന്ന സുന്ദരമായ സുദിനമാണ്. ദൈവത്തിന് നന്ദി പറയാം. തിരുനാളുകളെല്ലാം തന്നെ ദൈവത്തിന് നന്ദി പറയുവാനുള്ള അവസരമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തിരുനാളുകളൊക്കെ തിരിച്ചറിവിൻ്റെ സമയമാണ്. നമ്മൾ കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം എത്രമാത്രം കൃപകളാണ് നമുക്ക് നൽകിയതെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ സമയം. തിരിച്ചറിവുള്ളവർ എല്ലാവരും തന്നെ തിരിച്ചു വരും. നമ്മൾ ലുക്കായുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, തിരിച്ചു വന്ന് നന്ദി പറയുന്നവരെ നോക്കിയിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്തേ ബാക്കിയുള്ളവർ? ഒരാൾക്ക് മാത്രമേ നന്ദി പറയാൻ സാധിച്ചുള്ളൂ, അവൻ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. നമ്മളിന്ന് എല്ലാവരും തിരിച്ചു വന്നിരിക്കുക. കാരണം നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അങ്ങനെ തിരിച്ചറിവോടുകൂടി പുതിയ തിരുത്തൽ വരുത്തിക്കൊണ്ട് നമ്മൾ പുതിയ ഒരു ജീവിത രീതി തിരഞ്ഞെടുക്കുകയാണ് ഇന്നത്തെ ദിവസം. ഫാദർ ബെർണാഡ് കല്ലൂർ സഹകാർമ്മികനായിരുന്നു. തിരുനാൾ പ്രസിദ്ധന്തിമാരും കുടുംബാംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി. ദിവ്യബലിയെ തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു.
വികാരി ഫാദർ തോമസ് കോളരിക്കൽ, കൈക്കാരന്മാരായ കല്ലറയ്ക്കൽ മാർട്ടിൻ സാബു, കല്ലറയ്ക്കൽ പൈലി ജോർജ്, തിരുനാൾ കൺവീനർ ജോളി റാഫേൽ കല്ലറയ്ക്കൽ, പ്രസിദ്ധേന്തിമാരായ അൽഫോൻസ ജോസഫ്, ജൂഡി സെബാസ്റ്റ്യൻ, സിനി ജോൺസൺ, ക്രിസ്റ്റീസ് ജോളി, ഷാജൻ ബാബു, ആഷ്ലിൻ ജോബി, എബി ആന്റണി, ഡേവിഡ് സേവ്യർ, ജോൺസൺ ജോസഫ്, സിൽവി ചാവരോ, ഷെബിൻ സെബാസ്റ്റ്യൻ, വിനു വർദ്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാൻഡ് മ്യൂസിക്, ശിങ്കാരിമേളം, നാടകം എന്നിവയിൽ തുടർന്ന് അരങ്ങേറി. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.